ഓം സഞ്ജു ഹോമോതാവണേ സ്വാഹ. എന്നെ കഴിഞ്ഞേക്ക് മലയാളികൾ സഞ്ജുവിനെ തിരിച്ച് കളിയാക്കണമേ സ്വാഹ സ്വാഹ. T20 വേൾഡ് കപ്പ് സ്കോഡിൽ നിന്ന് സഞ്ജുവിനെ പുറത്താക്കി എന്നെ തിരിച്ചു വിളിക്കണമേ സ്വാഹ. BCCI സഞ്ജുവിനെ എന്നും മറന്നു കളയണമേ സ്വാഹ. T20 ഓപ്പണിംഗ് പൊസിഷൻ എനിക്ക് തിരിച്ചു കിട്ടണമേ സ്വാഹ സ്വാഹ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെ ബഹളമായിരുന്നു. ഗില്ല് ഫോം ഔട്ട്, ചേട്ടൻ വരണം, മലയാളി ആയതുകൊണ്ടുള്ള ഇഗ്നോറൻസ്, മലയാളി പവർ, ഗില്ലിനെ എടുത്തു കളഞ്ഞ് ചേട്ടനെ കയറ്റണം. എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ പടക്കക്കട ഗോദാഹവ. മാറിക്കൊടുത്തേ വഴി മാറിക്കേ. ഏയ് തടയില്ലാരും, ആരും തടയില്ല. മാറിക്കൊടുക്ക്. സഞ്ജു ചേട്ടന് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട വഴിയെല്ലാം കാണിച്ചു കൊടുത്തേ. മാറിക്കൊടുത്തേ. വഴി കാണുന്നില്ല, ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണുന്നില്ല. വഴി ഒന്ന് കാണിച്ചു കൊടുക്കണം. മാറിക്കൊടുക്ക്. സൂര്യ, നീയും കഴിഞ്ഞ 10-30 കളികളിലോ ഉദിക്കാതിരുന്ന സൂര്യൻ ഈ സീരീസിൽ ഒന്ന് ഉദിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നീ മറന്നോ? ആ ചേട്ടാ, എല്ലാം മറന്നു. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണേ. ഇതേപോലെ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പരിധിയില്ലേ? പരമാവധി ഞാൻ നോക്കി. ഇനി എന്നോട് പറയരുത് പ്ലീസ്. ഇനി എന്തായാലും ജസ്റ്റിസ് ഫോർ സഞ്ജു എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. 5 കളികളിൽ 6 ഓവർ തികച്ച് ബാറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാ T20 വേൾഡ് കപ്പിന് പോകുന്നു. അരേ സഞ്ജു ഭായ്, ആപ് ടെൻഷൻ ക്യോं ലേ രഹേ? മേ ഹൂ നാ. ഞങ്ങൾ കപ്പടിച്ചു കഴിയുമ്പോൾ പറയാം മലയാളിയായ ചേട്ടനുള്ളതുകൊണ്ട് കപ്പടിച്ചെന്ന്. ठीक है? आपको कप मिलता है ना, 2 वर्ल्ड कप देखो, आप बेंच पे बैठो, हम जाके मार के वर्ल्ड कप जीतेंगे. अच्छा काम है ना, मैं ओपनिंग പൊസിഷൻ करेंगे. ठीक है? ആടാ, എല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. പക്ഷേ യുവരാജിൻ്റെയൊക്കെ അടുത്ത് ഒരു കോച്ചിങ് ഏരിയ, പിന്നെ എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരെത്തുമ്പോഴേയും കിട്ടുന്നില്ല. യുവി പറഞ്ഞ പോലെ എല്ലാം ഞാൻ പയറ്റുന്നുണ്ടാ. യുവി പറഞ്ഞ ഷോട്ടും എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് മോശം അനക്കം കിട്ടുന്നില്ല.